ഗൈസ്, ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ജർമ്മനിയിലെ എൽവാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് കുറേയധികം പ്രത്യേകതകളുണ്ട്. അപ്പം വിശദമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൽവാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ പഠിക്കുന്നത് നേഴ്സിംഗ് ആണ്. അപ്പോൾ എന്തായാലും എൽവാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേയധികം പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് പിന്നെ എനിക്ക് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇടുക്കി അതുപോലുള്ള വയനാട് നമ്മുടെ ഹൈ റേഞ്ച് രീതിയിലേക്കുള്ള ഒരു ഒരു രീതിയാണ് നമ്മുടെ എൽവാങ്ങൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ കുറേ മലനിരകളും അവിടെ ആ മലനിരകളിൽ ഓരോ ബിൽഡിങ്ങുകളും വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എൽവാങ്ങൻ. അപ്പം അവിടെ എന്തായാലും നിങ്ങൾ ജർമ്മനിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴേലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എൽവാങ്ങൻ എന്ന് പറഞ്ഞ് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ എൽവാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എൽവാങ്ങൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഗ്രാമപ്രദേശം ആണെങ്കിലും തൊട്ടടുത്ത് തന്നെ നമുക്ക് എല്ലാ വേണ്ട ഫെസിലിറ്റീസും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനവിടെ ചെന്നു, എൻ്റെ അനിയൻ അവിടെയായിരുന്നു പഠിക്കുന്നത്. അപ്പം അവനുമായിട്ട് ഞാൻ കൂടുതലും മിങ്കിൾ ചെയ്തു, അവിടുത്തെ കാര്യങ്ങൾ തൊട്ടറിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തൊട്ടടുത്ത് തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാമത്തിലെ ആ ഒരു കാഴ്ചകളും ആ ഒരു ആംബിയൻസും ആ ഒരു രീതി എല്ലാമായിട്ട് നമ്മൾ കൂടുതൽ ടച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏരിയയിൽ നിന്ന് ഞാൻ പോയപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ക്ലൈമറ്റ് ഇച്ചിരി നല്ല വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ജർമ്മനിയിലുള്ള ആൾക്കാരും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൽവാങ്ങൻ എന്ന് പറഞ്ഞൊരു സ്ഥലം നിങ്ങൾക്ക് ആരുടെയും പരിചയത്തിലോ എങ്ങനെയും കെയർ ഓഫിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പ്രകൃതിയായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന ഒരാൾക്കാരാണ് നമ്മുടെ ജർമ്മനിയിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരും തോറും അതിൻ്റെ ആ ഒരു കാഠിന്യം കൂടിക്കൂടി വരികയാണ്. കാരണം നമ്മുടെ പ്രകൃതിയെ എത്രത്തോളം വളരെയധികം സ്നേഹിക്കാം, നമ്മുടെ എത്രത്തോളം വളരെയധികം സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഗവൺമെൻറ്റും ഒരേപോലെ ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ UK അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേയധികം വാർത്തകൾ ഞാൻ ഈയിടെ കേൾക്കാനിടയുണ്ടായി. കാരണം അവിടെ ചെല്ലുന്ന ബാക്കിയുള്ള അതായത് ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് നമ്മുടെ അവിടുത്തെ പ്രകൃതിയെ മോശമാക്കുന്നത്. അങ്ങനെ അവരുടെ കൾച്ചറിനെ തന്നെ അത് ചെറുതായിട്ട് ബാധിക്കുന്നുമുണ്ട്. അപ്പം ഇവിടെയും ഓൾമോസ്റ്റ് ഏറെക്കുറെ അതുപോലൊക്കെ തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ജർമ്മനിയിലാണെങ്കിലും നമ്മൾ പ്രകൃതിയോട് ദോഷം ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടുത്തെ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മളെ ഇവിടുത്തെ രാജ്യം ചീത്തയാക്കുന്നു എന്നുള്ളൊരു പരാതി നമ്മളെക്കൊണ്ട് ഉണ്ടാകരുത്. അപ്പം നമ്മുടെ മലയാളീസും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്നതാണെങ്കിലും പുറം രാജ്യത്ത് നിന്ന് വന്നേക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും എല്ലാവരും അതേപോലെ ഫോളോ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ അതേപോലെയാണ് ഓരോ ബുണ്ടസ് ലാൻഡിലും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ പക്ഷികളോടും മൃഗങ്ങളോടും ഉള്ള അവരുടെ സ്നേഹം അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്കധികം ആണ് ഇവിടെ നമ്മുടെ ജർമ്മനിയിലുള്ള ആൾക്കാരുടെ ഒരു പ്രകൃതിയും മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഇതൊക്കെ കാണുമ്പം നമുക്ക് ഒരു വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാലും അവരെ ഒന്നും ഫുള്ള് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞങ്ങളിവിടെ എൽവാങ്ങനി വന്ന് അവിടെ കുറേയധികം കാഴ്ചകളുണ്ടായിരുന്നു. അപ്പം ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേയധികം കാട്ടിലൂടെ സഞ്ചരിച്ചു. അവിടെ കുറേയധികം കുതിരപ്പന്തയങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എൽവാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എനിക്ക് ഉരുളായിരുന്ന സമയത്തായിരുന്നു ഞാൻ എൻ്റെ അനിയൻ്റെ സ്ഥലത്തേക്ക് പോയത്. ശരിക്കും അത് വളരെയധികം ഞാൻ എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ
അപ്പം ഞാനും അനിയനും അനിയൻ്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേയധികം സ്ഥലങ്ങൾ കാണാൻ പോയി. അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്കിൽ കൂടി ഞങ്ങൾ കുറേയധികം ഞങ്ങളുടെ ഫാറാഡ് ഫാറിനാണ് കൂടുതൽ ആസ്വദിച്ചത്. ഞങ്ങൾ കുറേയധികം ദൂരം ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പോയി. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടിയല്ല ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പോയി. അവിടെ കുറേയധികം കാഴ്ചകൾ കണ്ടു, കുറേയധികം കൃഷികൾ കണ്ടു, കുറേയധികം മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുതിരപ്പന്തായങ്ങൾ, അതുപോലുള്ള വളരെയധികം വെറൈറ്റി കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ റെഗുലർ അല്ലാത്ത ഒരു വഴി കൂടിയൊക്കെ ഞങ്ങളിങ്ങനെ കൂട്ടമായിട്ട് സൈക്കിൾ ചവിട്ടി അങ്ങ് പോയി. അപ്പം മോഹനൻ്റെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം കുറച്ച് നമ്മുടെ ഗ്രാമപ്രദേശത്തിലൂടെയൊക്കെ അങ്ങനെ സൈക്കിൾ ചവിട്ടും. കയറ്റം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇറക്കം ഉണ്ടായിരിക്കും, റഫായിട്ടുള്ള റോഡായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ പോയത്. എന്തായാലും വളരെയധികം എൻജോയ് ചെയ്ത ഒരു മൊമെൻ്റായിരുന്നു എൽവാങ്ങൻ എന്ന് പറഞ്ഞ ഈ സ്ഥലം. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്കും ഇതേപോലുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൽവാങ്ങൻ എന്ന് പറഞ്ഞ സ്ഥലം മിസ്സാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഇഷ്ടപ്പെടുന്ന കുറേയധികം കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരും സമയങ്ങളിലെല്ലാം ഇതുപോലുള്ള പുതു വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.